മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ ഔദ്യോഗിക വാഹനവും എസ്കോർട്ടും പൈലറ്റും ഒഴിവാക്കി പിണറായി വിജയൻ. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തെത്തിയ മുഖ്യമന്ത്രി AKG സെന്ററിലെ പാർട്ടി വാഹനത്തിലാണ് ക്ലിഫ് ഹൗസിലേക്ക് പോയത്. ഇന്നോ നാളെയോ താമസം AKG ഫ്ളാറ്റിലേക്ക് മാറ്റുമെന്നും സൂചനയുണ്ട്. തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് ശേഷം തലസ്ഥാനത്തേക്ക് എത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ എസ്കോർട്ടും പൈലറ്റുമൊക്കെ ഒഴിവാക്കി ഔദ്യോഗിക വാഹനം ഒഴിവാക്കിയാണ് ക്ലിഫ് ഹൌസിലേക്ക് പോയത്. വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തിയത് AKG സെന്ററിലെ വാഹനമാണ്. CPM-ന്റെ സംസ്ഥാന നേതാക്കളായ വി ശിവൻകുട്ടിയും വി ജോയിയും അതുപോലെ തന്നെ A റഹീം ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. അദ്ദേഹം എസ്കോർട്ടും പൈലറ്റും ഒഴിവാക്കി ക്ലിഫ് ഹൌസിലേക്ക് പോയി. മുഖ്യമന്ത്രിയുടെ യാത്രകൾ പലപ്പോഴും വിമർശന വിധേയമായത് കനത്ത സുരക്ഷയുടെ പേരിലാണ്, ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള യാത്രയുടെ പേരിലാണ്. പക്ഷേ ഇന്ന് അത്തരം എല്ലാ ആർഭാടങ്ങളും ഒഴിവാക്കി കാവൽ മുഖ്യമന്ത്രിയാണെങ്കിൽ പോലും അതിന്റെ ആനുകൂല്യങ്ങളൊന്നും ഇല്ലാതെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ക്ലിഫ് ഹൌസിലേക്ക് പോയത്. അവിടെ നിന്ന് അദ്ദേഹം പിന്നീട് AK സെന്ററിലെത്തി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുമോ എന്ന ചർച്ചകൾ സജീവമാണ്. അദ്ദേഹം ഒരുപക്ഷെ കണ്ണൂരിലേക്ക് മടങ്ങുമെന്ന തരത്തിലുള്ള ചർച്ചകൾ സജീവമാണ്. മറ്റു വിവരങ്ങൾ പുറത്തുവരുന്നത് അദ്ദേഹം നേരത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അംഗമായിരിക്കെ ഉപയോഗിച്ചിരുന്ന AKG സെന്ററിന് പഴയ AK സെന്ററിന് എതിർവശത്തെ AKG പഠന ഗവേഷകരുടെ എതിർവശത്തെ ഫ്ളാറ്റിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഫ്ളാറ്റുണ്ട് 3AB. ഈ രണ്ട് ഫ്ളാറ്റുകൾ വീണ്ടും അദ്ദേഹത്തിന് സജ്ജീകരിക്കുന്നു. ഇന്നോ നാളെയോ അദ്ദേഹം പിണറായി വിജയൻ ക്ലിഫ് ഹൌസിൽ നിന്ന് താമസം ഇവിടേക്ക് മാറുമെന്ന സൂചനകളുണ്ട്. എന്താണ് പിണറായി വിജയന്റെ തുടർ നീക്കങ്ങൾ എന്നാണ് ഇനി ആകാംക്ഷ ഉണർത്തുന്നത്. അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് വലിയ പരാജയത്തിന്റെ പടുകുഴി നിൽക്കുന്ന മുന്നണിക്ക് ശക്തി പകരാൻ മുന്നിട്ടിറങ്ങുമോ, അല്ലെങ്കിൽ അദ്ദേഹം മാറി നിന്നുകൊണ്ട് KN ബാലഗോപാലിനെ പോലുള്ള ആരെങ്കിലും ആ ചുമതല ഏൽപ്പിക്കുമെന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരാനിരിക്കുന്ന നേതൃയോഗങ്ങളിൽ അതിലൊരു ധാരണയുണ്ടാകും. പരാജയത്തിന്റെ കാരണങ്ങൾ എന്തുകൊണ്ട് തോറ്റു എന്നതിൽ പിണറായിയുടെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. അത് നാളെ വാർത്താ സമ്മേളനം നടത്തി പിണറായി പരാജയ കാരണങ്ങളിൽ അദ്ദേഹത്തിന്റെ പാർട്ടി നിലപാട് വ്യക്തമാക്കാനും സാധ്യതയുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.